بالذي لا أعلم إنك أو علانية ഒന്നും പാടിച്ചില്ല കേട്ടോ, ഒന്നും പാടിച്ചില്ല കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. തെറ്റിയതല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം ഉണ്ടായി കൊടുക്കുക കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ് കേട്ടോ. അതെ, വായിക്കാൻ അറിയില്ല ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു, ഞാൻ വലിയ ഭാഗ്യവാനാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുലേ ഇത്ര വലിയ ഭാഗ്യവാനാ. അള്ളാഹു ഓരോരോ മരുന്ന് റബ്ബന്നെ ഇട്ട് തരും അല്ലേ. ഇൻഷാ അല്ലാഹ്. കാണാതെ ഓതുന്നതിനേക്കാൾ കൂലക്ക ശരിയാണ്. ഇന്നലെ ഒരുത്തന് മെസ്സേജ് അയക്കുന്നു, യാസ് കാണാതെ ഓതാൻ അറിയും, കാണാതെ ഓതാൻ അറിയും. ഇന്നലെ ഒരുത്തന്റെ മെസ്സേജ്, മനുഷ്യനിവിടെ കണ്ടിട്ട് ഓതാൻ അറിയില്ല, എന്നിട്ടല്ലേ കാണാതെ. ആ കണ്ടിട്ട് ശരിക്കും ഓതാനില്ല അല്ലേ. ഇപ്പൊ എല്ലാവരും ഫേസ്ബുക്ക് ലൈവാണ്. പിന്നെ അത് പ്രാർത്ഥനാ സമ്മേളനമായി, പിന്നെ അത് ആത്മീയ തട്ടിപ്പായി മാറി. നമ്മൾ നിർത്തി കൈയ്യഴുകി. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എനിക്ക് ഇല്ലെങ്കിൽ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ വെടിച്ചവനെ ഒന്ന് നിലവിളിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയില്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മളാണ് നിർത്തുന്നത്. ഇപ്പൊ ലക്ഷങ്ങൾ കൂടുന്ന പരിപാടി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. ഇത് ലൈവ് പോകുന്നോണ്ടുള്ള പേടിയൊന്നുമില്ല. ഞാൻ പറയാം, എന്താണ് പെണ്ണുങ്ങൾക്ക് ഒരു അന്തമില്ലാതെ പോയത്? എന്താണ് ബസ് വിളിച്ച് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാരെ അടിച്ച് കയറുകയാണ്. ഞാൻ അങ്ങനെ സദസ്സിൽ പോണ്ടെന്നല്ല പറയുന്നത്. പറയുന്ന കാര്യങ്ങൾ ഒരു ആത്മാർത്ഥതയില്ലാതെ പണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ദുആ സമ്മേളനങ്ങള് നിർത്തണമേ ഉമ്മത്ത്. പണത്തിന് വേണ്ടിയുള്ള ദുആ സമ്മേളനങ്ങൾ നിർത്തണം. പിരിവ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. പിരിവ് വേണം. ഇപ്പൊ ഇവിടെ പരിപാടി നടക്കുമ്പോൾ പിരിവ് വേണ്ടി വരില്ലേ? പിരിവ് മാത്രം ലക്ഷ്യമാക്കിയിട്ട് പരിപാടി വരും. നിസ്കരിക്കില്ല, ഗീബത്തും നമീമത്തിനും ഒരു കുറവുമില്ല. നിങ്ങൾ മജ്‌ലിസ് നൂറിനും ദുആ സമ്മേളനത്തിനും മാത്രം ഇങ്ങനെ ഓടിക്കൂടിയാ മതി, സ്വർഗം അങ്ങോട്ട് തുറന്നു കിട്ടും. അന്യവനെ കുറ്റം പറയുന്നതിൽ ഒരു കുറവില്ല ഈ ഉമ്മത്തിന്. ഉള്ളത് പറഞ്ഞാൽ ഗീബത്താണ്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവാണ്. 5 നേരം നിസ്കരിക്കുക, ഗീബത്ത് പറയും അല്ലേ. പരിപാടി വെക്കുക, നിസ്കരിക്കാതിരിക്കുക, നടക്കൂല. ഒരു കാര്യമില്ല പരിപാടി. അപ്പൊ അങ്ങനത്തെ തട്ടിപ്പുകളൊക്കെ ലൈവ് പരിപാടി നടക്കുക. ഇവിടെ വെള്ളം വെക്കുക, എന്നിട്ട് ഊതുക, വീട്ടില് ഫലം കിട്ടുക. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ തട്ടിപ്പാണെന്ന് ആരും കരുതണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെയും മശായിഖന്മാരുടെയും മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് തട്ടിപ്പല്ല. സോഷ്യൽ മീഡിയയിലൂടെ തട്ടിപ്പിലൂടെ ആളുകളുടെ പണം കവരാൻ വേണ്ടി മാത്രം പരിപാടി നടത്തുന്നത് ശരിയല്ല. ഇതെന്റെ വ്യക്തിപരമായ നിലപാടാണ്, മർഹബയുടെ നിലപാടല്ല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പുണ്ടായി, ഖുർആൻ ഓതുമ്പോ തെറ്റി ഓതുക. ഖുർആൻ തെറ്റിയിട്ട് ഓതാനുള്ള ഗ്രന്ഥാണോ? ഫാത്തിഹ പോലും നേരായി ഓതാൻ അറിയാത്ത ആൾ എങ്ങനെയാണ് ആത്മീയ നേതാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ആൾക്കാരാണ് ഹബീബിങ്ങളെ. അപ്പൊ നമ്മളാ ഡിലീറ്റ് ചെയ്തോളൂ, ഈ പറഞ്ഞൊക്കെ ഡിലീറ്റ് ചെയ്തോളൂ. നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യ കൗമാരത്ത്, ടീനേജ് കാലത്ത് അല്ലെ, 13, 14, 15, 16, 17, 18, 19 ഈ ടീൻ എന്ന് പറഞ്ഞ ടീൻ ഏജ് കാലത്ത് ഹബീബായ പ്രവാചകരുടെ നിഴലായി നടന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്ന് ഇങ്ങോട്ട് നുബുവത്തിന് ശേഷവും മുമ്പും എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഒപ്പം നടന്നയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാ സമയത്തും
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജനാസക്ക് മുന്നിൽ ഹബീബായ പ്രവാചകരുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോ എന്തൊക്കെ സംഭവങ്ങളാണ് മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവുക. 61 കൊല്ലക്കാലത്തെ വേദനാ നിർഭരമായ യാത്ര. ഗുഹായുടെ ഉള്ളിൽ പാമ്പ് കൊത്താൻ വന്നപ്പോൾ കണ്ണുനീരോടെ പ്രവാചകനെ രക്ഷിച്ച ഓർമ്മ അല്ലേ? പലായനത്തിന്റെ വേളയിൽ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ ഊരിപ്പിടിച്ച വാൾത്തല കാണുമ്പോൾ യാ റസൂലല്ലാഹ്, ശത്രു ഇതാ അടുത്തെന്ന് പറയുമ്പോൾ നിലാവ് പോലെ പുഞ്ചിരിച്ച് സിദ്ദീഖ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു കൂടെയുണ്ട് മോനെ, പേടിക്കണ്ടെന്ന് പറഞ്ഞ നിമിഷം. ഇങ്ങനെ എത്ര ചരിത്ര ഓർമ്മകൾ. ഹബീബായ പ്രവാചകരുടെ നെറ്റിത്തടത്തേക്ക് ചുംബിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഇന്നാ ലില്ലാഹി അല്ലാഹുൽ മുസ്തആൻ നഈശു ബിഹാലില്ലാഹ് അല്ലാഹുൽ മുസ്തആൻ നതഖബ്ബലു ബിഹാ അഖ്ദാർ അല്ലാഹ്. പൊട്ടിക്കരഞ്ഞു സിദ്ദീഖ്. എന്നിട്ടൊരു വാക്ക് കൂടി പറഞ്ഞു, വമാ അത്യബക ഹയ്യാ വമാ അത്യബക മൈതാ. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധമാണ് നബിയേ, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധമാണ് നബിയേ. ആയിഷാ ബീവിയുടെ വീട്ടിലെ സുഗന്ധ പരിമളമാണ്, അവിടെ സുഗന്ധ പരിമളമാണ്. സ്വർഗത്തിലെ കസ്തൂരിയുടെ സുഗന്ധമാണ് നബിയേ. അങ്ങേക്കിനി ഒരു മരണമില്ല നബിയേ എന്ന് പറഞ്ഞ് സിദ്ദീഖ് തങ്ങൾ പുറത്തിറങ്ങുകയാണ്. പ്രണയമേ പ്രണയമേ അനുരാഗമേ, സ്നേഹമാണത്. ഈ സിദ്ദീഖ് തങ്ങളുള്ള സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമ്മളെവിടെ നബിയെ സ്നേഹിച്ചത്? അങ്ങനെ സ്നേഹിച്ചയാളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങോട്ട് വരും. ഒരു 5 മിനിറ്റ് ലൈവ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഹബീബിങ്ങളെ, നമ്മള് നാട്ടിലൊക്കെ ചിലർ പറയാറുണ്ട്, പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് പറയാറുണ്ട്. നോട്ട് ദ പോയിന്റ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ് എന്ന് ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. ഞാൻ ആ തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് അങ്ങനെ തർക്കങ്ങൾ ഇഷ്ടമില്ല. ആരെങ്കിലും കുറ്റപ്പെടുന്ന ഒരു ശൈലി എൻ്റെ അടുത്തില്ല. നേരത്തെ ഞാൻ ആത്മീയ തട്ടിപ്പിനെ പറഞ്ഞത് പേഴ്സണലി ആരെയും ഹരാസ് ചെയ്തതല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലപാടിനെ കുറിച്ച് പറഞ്ഞതാണ്. അല്ലെങ്കിൽ പേരെടുത്ത് പറയല്ലോ. ഹബീബിങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നത് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞ പിൻപറ്റലാണ്, അല്ല നിങ്ങൾ നബിദിനം നടത്തലല്ല, മൗലൂദ് ഓതല്ല എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, റസൂലുള്ളാന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആൾക്കാർ മദീനത്തെ പള്ളിയിൽ ഉണ്ടായിരുന്നു. റസൂൽ എങ്ങനെയാണ് സുജൂദ് ചെയ്തത്, എങ്ങനെയാണ് റുക്കൂ ചെയ്തത്, വളരെ പെർഫെക്ഷനോടെ ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഖൽബിൽ റസൂലുള്ളാഹിനോട് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വഹും മുനാഫിഖൂൻ എന്നാണ്, കപട വിശ്വാസികൾ എന്നാണ്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞ് ചിരിക്കാൻ പറ്റും, പക്ഷേ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? നിങ്ങളെ പറയൂ, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഈ ചെറിയ കുട്ടികൾ പറയണ്ട, വലിയ ആൾക്കാർ പറയാം, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ? ഒന്നുണ്ടെന്ന് പറഞ്ഞോട് കൈ വന്നിച്ചാണ് കാണട്ടെ. താത്തരുത് കേട്ടോ, പൊന്തിച്ചു പിടി. ആ പൊന്തിച്ച ആളുകളൊക്കെ അവരുടെ മൊബൈൽ ഫോണുകൾ കൊണ്ടുവരും.